വീട്ടിനകത്ത് സൂചിച്ചിരിക്കുന്നവർക്കറിയോ പുറത്ത് പോയി ജോലി ചെയ്യുന്നവരെ കഷ്ടപ്പാട്. നീ എന്നെ കൊണ്ട് ഏൽപ്പിച്ചേക്കുന്ന ഡിവോഴ്സും വാങ്ങി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ കരുതിയത് എൻ്റെ വീട്ടുകാർ നോക്കിക്കോളൂന്നാ. എൻ്റെ കുറച്ച് സർട്ടിഫിക്കറ്റുകൾ ഇവിടെ ആയിപ്പോയി, അതെടുക്കാൻ വന്നതാ. അവിടെ നിൽക്കുന്നത് കയറി വാ. അന്ന് എടുത്തു തരുമോ? ഇവിടെ നിൽക്കണ്ട, അകത്തോട്ട് വാ. ഇരി. സാരി കൊള്ളാം. സാരി മാത്രമല്ല, ആളെയും. ഞാൻ ഇവിടെ ജീവിക്കുമ്പോഴേ ഈ സാരി ഉടുത്തിട്ടുണ്ട്, അതൊന്നും നോക്കിയിട്ട് പോലുമില്ല. ആ സർട്ടിഫിക്കറ്റ് ഒന്ന് എടുത്തു തരുമോ? എവിടെയാണെന്ന് എനിക്കറിയില്ല. മുൻപ് എൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. ആ ഷെൽഫിലുണ്ട്. നീ തന്നെ എടുത്തോ. ഇന്ന് ജോലിക്ക് പോണ്ടേ? പോണം. 9 മണിയായല്ലോ. ഇവിടെ നിന്ന് സർവൻ്റ് ലീവാ. അവർക്കെന്തോ സുഖമില്ലെന്ന്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നിന്ന്, അതാ താമസിച്ചത്. സർവൻറ്റിന് ലീവൊക്കെ കൊടുക്കുമോ? ഡേയ്, 5 മണി എഴുന്നേര്. 5 മണിയായി. ഞാൻ അങ്ങോട്ട് ഉറങ്ങിയതേ ഉള്ളൂ. എനിക്ക് വയറ്റ് ഭയങ്കര വേദനയായിരുന്നു. മക്കൾക്കാണെങ്കിൽ സ്കൂളിൽ പോണ്ട. ഒക്കെ പുറത്തുനിന്ന് കഴിക്കുമോ? ഞാൻ ഇത്തിരി കൂടെ കിടന്നോട്ടെ. എനിക്ക് പുറത്തുനിന്ന് കഴിക്കുന്നതൊന്നും ശരിയാവത്തില്ല. നീ എഴുന്നേര്. അത് എപ്പോഴും വരുന്നതല്ലേ, അതങ്ങ് മാറിക്കോളും. നീ പോയി ആഹാരം ഉണ്ടാക്കി ചെല്ല്. എന്താ? ഒന്നുമില്ല. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയോ? ആ, ബ്രെഡ് ഓംപ്ലേറ്റും കഴിച്ച്. കഴിക്കാട്. എനിക്ക് ഇന്ന് ചട്നി ഉണ്ടാക്കാൻ സമയം കിട്ടിയുള്ളൂ, സാമ്പാർ ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല. മലമറിക്കുന്ന എന്താ പണി? എന്നിട്ടും വായിക്ക് രുചിയായിട്ടൊന്നും ഉണ്ടാക്കി തരത്തില്ല. അത് ഇന്നത്തേക്കല്ലേ. നീ എടുത്ത് കഴി, എനിക്ക് വേണ്ട. ഇക്കായ്ക്ക് പുറത്തുനിന്ന് ഫുഡ് പറ്റത്തില്ലല്ലേ, കഴിച്ചിട്ട് പോയിക്കാ അല്പമെങ്കിലും. നിനക്ക് പറ്റുന്നല്ലേ നീ ഉണ്ടാക്കോ. നീ എടുത്ത് കഴി. നീ എന്താ ആലോചിക്കുന്ന? പോയെടുത്തോ. എന്റെ റബ്ബേ, ഈ റൂം തന്നെയത്. കാലക്കാനൊക്കെ ഉള്ള ഒരുപാടുണ്ടല്ലോ. ഇതെന്താ ഇത് വാരി കൂട്ടിയിട്ടേക്കുന്ന? ഇക്ക, ഇതങ്ങ് വാഷിംഗ് മെഷീനിൽ ഇട്ടൂടെ? എന്തിനാ ഇങ്ങനെ കൂട്ടിയിട്ട്? അത് ഞാൻ ലോണ്ടറിയിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആഴ്ച ഒരു ദിവസം വന്നങ്ങ് എടുത്തോളാം അവര്. ലോണ്ടറിയില്ല? അപ്പൊ അതാ സർവന്റ് ചെയ്യൂലേ? ഇല്ല, അവര് പാചകം ചെയ്യും, വീടടിച്ചു വാരി തൂക്കും. അതിന് തന്നെ 15,000 രൂപയാ. 15,000? ഇക്കായ്ക്കിന്ന് ശമ്പളം കിട്ടുമല്ലേ, 1,000 രൂപ എനിക്ക് തരുമോ? എൻ്റെ ഫ്രണ്ടിന്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു, എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ട് പോകാനായിരുന്നു. 1000 രൂപ? 1000 രൂപ കിട്ടണമെങ്കിൽ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെടണമെന്നറിയോ? അതെങ്ങനെയാ? വീട്ടിനകത്ത് സൂചിച്ചിരിക്കുന്നവർക്കറിയോ പുറത്ത് പോയി ജോലി ചെയ്യുന്നവരെ കഷ്ടപ്പാട്. 1000 രൂപ നീ എന്നെ കൊണ്ട് ഏൽപ്പിച്ചേക്കുന്ന?
നീ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. നിനക്കെന്തിനാ സർട്ടിഫിക്കറ്റ്? എനിക്കൊരു ജോലി സെറ്റായിട്ടുണ്ട്. പഴയ BCom എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു പ്രൈവറ്റ് ഫേമിലാണ് ജോലി. അപ്പോൾ എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇവിടെ ആയിപ്പോയായിരുന്നു. ഇന്ന് 11 മണിക്ക് കയറണം. 2 മാസമായിട്ട് അലഞ്ഞിട്ട് കിട്ടിയൊരു ജോലിയാണ്. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വിചാരിച്ച് ജോലിയൊക്കെ സെറ്റാവാൻ ഒരു പാടുമില്ലെന്ന്. പക്ഷെ കുറേ അലഞ്ഞ്. അപ്പോൾ ഇന്ന് 11 മണിക്ക് ഇൻ്റർവ്യൂവിന് കയറണം. അങ്ങനെ ഇൻ്റർവ്യൂവിന് ഇറങ്ങിയപ്പോഴാണ് സർട്ടിഫിക്കറ്റ് നോക്കിയത്. സർട്ടിഫിക്കറ്റ് ഇവിടെ ഇരിക്കുക. അതെടുക്കാൻ വന്നതാണ്. ഡിവോഴ്സും വാങ്ങി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ കരുതിയത് എൻ്റെ വീട്ടുകാർ നോക്കിക്കോളൂന്നാ. അവർ പണ്ട് എന്നെ വളർത്തിയില്ലേ, ആ ഒരു രീതിയൊക്കെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. ഈ നാട്ടുകാരെ വാതുന്ന അവൾക്ക് വല്ല ബന്ധങ്ങളും കാണുമായിരിക്കും. അതല്ലേ ഇത്രയും പൊന്നുപോലെ നോക്കുന്ന ഭർത്താവിനെ കളഞ്ഞിട്ട് വന്നത്. അല്ലെങ്കിൽ അവനിക്ക് വല്ല ബന്ധങ്ങളും കാണുമായിരിക്കും. അല്ലെങ്കിൽ തിന്നത് കൂടി എൻ്റെ കൃത്തലാണ്. അങ്ങനെ ഓരോന്ന്. ആദ്യം അതൊന്നും മൈൻഡ് ചെയ്തില്ല. പിന്നെ സ്വന്തം വീട്ടുകാർ പറഞ്ഞു തുടങ്ങിയപ്പോഴേ സഹിക്കാൻ പറ്റിയില്ല. സ്വന്തം കൂടപ്പിറപ്പുകൾ തന്നെ തിന്നതിനും വന്നതിനും പോന്നതിനും ഒക്കെ കണക്ക് പറഞ്ഞു തുടങ്ങി. അങ്ങനെ ഒരു തൊഴിൽ വേണമെന്ന് വിചാരിച്ചത്. അവളൊരു തൻ്റെടി ആയതുകൊണ്ടാ. അല്ലെങ്കിൽ ഭർത്താവിന് കൂടെ ജോലി ചെയ്യുന്ന പെണ്ണുമായിട്ട് ബന്ധമുണ്ട്, എന്തൊക്കെയോ നാട്ടിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേയൊക്കെ ഞാൻ കേട്ടില്ല എന്നൊക്കെ വെച്ച് എത്രയെന്നും പറഞ്ഞ. ഇക്കായ്ക്ക് ജോലിക്ക് ഇറങ്ങാൻ സമയമായില്ലേ? പോണം. നിന്റെ കൈ കൊണ്ട് എനിക്കൊരു ചായ ഇട്ട് തരുമോ? ചായ? പ്രസാദേ, ചായ പിടിക്കാനാ ഞാനും വരുന്നത്. നില്ല്. ഇവിടത്തെ നമ്മളെ പെണ്ണുമ്പിള്ളയുടെ കാര്യമൊന്നും പറയണ്ട. ചായ കൊള്ളാം, വായി വെക്കാൻ കൊള്ളത്തില്ല. നമ്മ കടയിൽ പോയി കുടിക്കാം. പോയോ? ചായക്ക് വെച്ചപ്പോഴത്തേക്ക് ഇറങ്ങിപ്പോയെ? ഞാൻ ഉണ്ടാക്കുന്ന ചായ കൊള്ളില്ലെന്നല്ലേ എപ്പോഴും പറയുന്നത്? എന്തായാലും എൻ്റെ ആഗ്രഹമല്ലേ, നീ ഇപ്പോൾ ഒരു ചായ ഇട്ടുക. അതിനെന്താ, വാ. എന്നോടൊന്ന് കുറച്ച് നേരം സംസാരിക്കുമോ? നിനക്ക് 11 മണിക്ക് പോയാൽ മതിയല്ലേ? ഒരല്പസമയം വീടിന് പുറത്തോട്ടൊന്ന് പോവാം. വാ. എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട്? പോട്ടെ, എനിക്ക് സമയമായി. ഷമി, ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നഷ്ടപ്പെടുമ്പോഴേ അതിൻ്റെ വാല്യൂ മനസ്സിലാവും. സമയം ഒരുപാടായി, എനിക്കിപ്പോൾ പോകണം. എന്താ ആ വാൾഡ്രോപ്പിലോട്ട് പോയി എടുത്തോ. ഷെൽഫിൽ പൊടിയടിച്ച് കിടന്നതാ, എപ്പോഴും കാണാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് എടുത്ത് വെച്ചത്. വേണമെങ്കിൽ എടുത്തോ. പോട്ടെ. വിടാം. വേണ്ട, ഞാൻ പോയിക്കോളാം. ഗേറ്റ് വരെയെങ്കിലും നമ്മൾ ഒന്നുകൂടി ആലോചിച്ചിട്ട് മതിയായിരുന്നു. എന്താ പിരിഞ്ഞത്? അന്ന് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഇത് നേരത്തെ ആവണമെന്നല്ലായിരുന്നു. എവിടെയെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവിടാം, ഒറ്റയ്ക്ക് പോണ്ട. അങ്ങനെയൊക്കെ ആഗ്രഹിച്ചൊരു സമയം ഉണ്ടായിരുന്നു. ഇപ്പം ആഗ്രഹമൊക്കെ പോയി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ചാൻസും കൂടി തരുമോ?
അതൊക്കെ കഴിഞ്ഞു പോയി. ഒരുപാട് ദിവസം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഒന്ന് തിരിച്ചു വിളിച്ചെങ്കിൽ നമുക്കിതുമായിട്ട് മുന്നോട്ട് പോകണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷെ അന്നൊന്നും ഒരു തെറ്റ് ആർക്കും പറ്റൂലേ? ആ ഒരു തെറ്റ് തിരുത്താൻ ഒരവസരം കൂടി തരൂലേ? സത്യത്തിൽ നഷ്ടപ്പെട്ടപ്പോഴാണ് ഞാനാ മനസ്സിലാക്കിയത്. പിടി പിടി ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് ഇട്ടുക.